എൻ്റെ 18ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ആ ലൈഫിലേക്ക് പോയത്. 50ാമത്തെ വയസ്സിൽ എനിക്കും കിട്ടി UAE ഹെവി ലൈസൻസ്. 24 വയസ്സ്. വണ്ടിക്ക് എപ്പോഴും ഇതായിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ദേ ഞാനീ പിടിച്ചിരിക്കുന്നത് പെൺകരുത്തിന്റെ കൈകളിലാണ്. ഈ വണ്ടികളുടെ മാത്രമല്ല, ജീവിതത്തിന്റെ സ്റ്റിയറിംഗും തെറ്റാതെ വിജയ വഴിയിലൂടെ മുന്നോട്ട് നയിക്കുന്ന 4 പെണ്ണുങ്ങൾ. UAEയിലെ വിവിധ എമിറേറ്റുകളിലൂടെ 60,000 ലിറ്ററിന്റെ, അതായത് 50 ടൺ വരെ ഭാരം വഹിച്ചുകൊണ്ടുള്ള 22 ചക്രങ്ങളുള്ള ട്രക്ക് നിഷ്പ്രയാസം ഓടിക്കുന്ന 4 പെണ്ണുങ്ങൾ. പാലക്കാട് സ്വദേശിനി നിഷ ബർക്കത്ത്, തൃശൂർ സ്വദേശിനികളായ ഹസീനയും സഫിയയും, ഒപ്പം മലപ്പുറത്തുകാരി സാന്ദ്രയും. തൃശൂർ പെരുമ്പിലാവിൽ നിന്നും UAEയിലെത്തി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ സഫിയയ്ക്ക് പ്രായം 50 വയസ്സ്. UAEയിൽ ഡ്രൈവറായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ പ്രായം വെറും നമ്പറായി. ആഗ്രഹത്തിന്റെ ആക്സിലറേറ്ററിൽ മനസ്സമർത്തി സഫിയ കടൽ കടന്നു. എല്ലാവരും ഗൾഫിൽ വന്നിട്ട് ലൈസൻസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, എല്ലാ സ്ത്രീകളും. അപ്പോൾ ഞാനും ഇങ്ങോട്ട് കയറി വന്നു. ഇപ്പോൾ 50ാമത്തെ വയസ്സിൽ എനിക്കും കിട്ടി UAE ഹെവി ലൈസൻസ്. ജീവിത സാഹചര്യങ്ങളും ഒപ്പം ഡ്രൈവർ ജോലിയോടുള്ള ഇഷ്ടവുമാണ് 4 പേരെയും UAEയിൽ എത്തിച്ചത്. ബങ്കറിങ്ങും അഡ്നോക്കിന്റെ അടക്കമുള്ള പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുക, സ്ഥാപനങ്ങൾക്ക് ഡീസൽ നൽകുക തുടങ്ങിയ ചുമതലകളുമായി ഇന്ന് UAEയിലെ ഏത് ഭാഗത്തേക്കും ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നോബിൾടെക് എന്ന സ്ഥാപനത്തിന്റെ ഇന്ധനം നിറച്ച ടാങ്കറുകളുമായി ഈ വനിതകൾ എത്തും. എൻ്റെ 18ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ആ ലൈഫിലേക്ക് പോയത്. ഇന്നിപ്പോൾ എനിക്ക് 3 വയസ്സായൊരു മോളുണ്ട്. ആ മോളും എൻ്റെ ഉമ്മയും എൻ്റെ കൂടെയാണ്. അവരാണ് എൻ്റെ ഏറ്റവും വലിയ ലോകം. കുഞ്ഞുനാൾ മുതലേ ഡ്രൈവിംഗ് ഇഷ്ടമായിരുന്നു നിഷയ്ക്ക്. ജീവിത സാഹചര്യങ്ങളിൽ മകളുമായി ഒറ്റപ്പെട്ടു പോയപ്പോൾ താങ്ങായത് ഉമ്മയാണ്. ആ കരുത്തിൽ മുന്നോട്ടു തന്നെയെന്ന് ഉറപ്പിച്ചു. 3 വയസ്സായിട്ടുള്ള മോളെ കൊണ്ട് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം അത്ര ഈസി അല്ല. പക്ഷെ നമ്മുടെ മനസ്സിലെ ധൈര്യമാണ് നമ്മളെ എല്ലായിടത്തും എത്തിക്കുന്നത്. പേടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നിയതിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഡ്രീം ഇൻഷാല്ലാ എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ഡ്രീം. ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഇവിടെ സാധിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനി നോബിൾടെക് എന്ന കമ്പനി ഏറ്റവും വലിയൊരു ഡ്രീമാണ് എനിക്ക് സാധിച്ചു തന്നേക്കണത്. അൽഹംദുലില്ലാ. എനിക്കൊരു സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊരു കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ടൊരു ലൈഫ് വേണമെന്നുള്ളൊരു ഇതിലേക്കാണ്, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടൊരു ലൈഫ് വേണമെന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ UAEയിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ല. എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കുറേശ്ശൊക്കെ മാറി വരുന്നുണ്ട്. മലപ്പുറം എടപ്പാളിൽ നിന്നാണ് BTech ബിരുദധാരിയായ 24-കാരി സാന്ദ്ര മാധവൻ ട്രക്ക് ഡ്രൈവറുടെ കുപ്പായമിടാൻ UAEയിലെത്തുന്നത്. ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് താല്പര്യം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ല. അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് UAEയിൽ വന്നതും ഈ ഒരു ലൈസൻസ് എടുത്തത്. എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ തന്നെ എൻ്റെ കൂടെ നിന്ന്, എൻ്റെ ഉമ്മാൻ്റെ ഒരു ധൈര്യവും സപ്പോർട്ടും, അതുപോലെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഞാൻ കയറി വന്നു. ചെറുപ്പം മുതൽ എനിക്ക് ഡ്രൈവിങ്ങിനോട് നല്ല താല്പര്യമായിരുന്നു. പിന്നെ ഒരു കൗതുകത്തിൻ്റെ മുകളിൽ ഞാൻ എല്ലാ ലൈസൻസും നാട്ടിൽ കരസ്ഥാക്കി. അതിന് പുറമെ പിന്നെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ടീച്ചറായിട്ട് കയറി. പിന്നെ കോവിഡ് കാലമായപ്പോൾ ഞാൻ ആംബുലൻസിൽ ഡ്രൈവറായിരുന്നു. പിന്നെ നാഷണൽ ഗവൺമെൻറ് വണ്ടിയിലും. അങ്ങനെ ഫാമിലി എല്ലാവരും ഈ ഒരു ഫീൽഡിൽ, അച്ഛൻ പിന്നെ ബ്രദറുണ്ട് ഈ കമ്പനിയിൽ. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് കയറി വന്നു. ഫാമിലിയിൽ ഇപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് ആയിട്ട് അങ്ങനെ ബന്ധമുള്ള ആരുമില്ല. പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ ഡ്രൈവിങ്ങിനോട് ഇഷ്ടമാണ്. അപ്പോൾ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ ഒരു 18 വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്ത് ഡ്രൈവിംഗ് ടീച്ചറായിട്ടാണ് നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് ഹെവി വണ്ടി ഓടിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ബസ്സിലാണ് പിന്നെ കയറിയത്. അത് കഴിഞ്ഞാണ് എനിക്ക് ഇങ്ങനെ UAEയിലേക്ക് ഒരു അവസരം, നമ്മുടെ കമ്പനി നോബിൾടെക് എന്ന കമ്പനി എനിക്കൊരു അവസരം തന്നതും ഞാൻ അങ്ങനെ കമ്പനിയിലേക്ക് കയറുന്നതും. സ്ത്രീ ശാക്തീകരണം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കേണ്ടതാണ്. മറ്റു സെക്ടറിൽ ഞങ്ങൾ ഓഫീഷ്യലായിട്ടും മറ്റുള്ള സെക്ടറിൽ കൂടുതൽ ഞങ്ങൾ ലേഡീസിനെയാണ് ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡ്രൈവേഴ്സിന് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൂടാ, അത് സക്സസ് ആവും എന്നുള്ള രീതിയിലൊരു ഡിസ്കഷൻ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവർക്ക് സ്ത്രീകൾക്ക് ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. UAEയിലെത്തി 2.5 മാസം കൊണ്ട് ഹെവി ലൈസൻസ് എടുത്ത തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഹസീനയെ അത്ഭുതപ്പെടുത്തിയത് ദുബായിലെ പോലീസുകാരാണ്. നമുക്ക് ഒരു അത്ഭുതമാണ്. ഇപ്പോൾ റോഡ്, ഇപ്പോൾ ഏതൊരു വണ്ടി ആയാലും ജസ്റ്റ് ഒന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയി തന്നാലും പോലീസ് ഫുൾ ടൈം അവർക്കൊരു സപ്പോർട്ടായിട്ട് അവിടെ എടുക്കുന്നുണ്ടാവും. ആ വണ്ടി കംപ്ലൈൻറ്റ് കഴിഞ്ഞ് പോണത് വരെ ആ വണ്ടിക്ക് ഒരു സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടാവും. വണ്ടിക്ക് എപ്പോഴും ഇതായിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നല്ല സപ്പോർട്ടിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോകോത്തര നിലവാരമുള്ള നമ്മുടെ
ഈ റോഡിലൂടെ യുടെ റോഡിലൂടെ എനിക്ക് ഇത്ര കോൺഫിഡൻസോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ഇപ്പം എൻ്റെ കമ്പനി ആയാലും അവർ റിസ്ക് എടുക്കുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം നമ്മളെപ്പോലുള്ള ആൾക്കാരെ ആരും തന്നെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യില്ല. ഇവരെടുക്കുന്ന ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ തീർന്നില്ല. അർഹതയുള്ളവർക്ക് ഇനിയും അവസരങ്ങൾ നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ. 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ നേവി ലൈസൻസ് ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, മെയിൽ ആൻഡ് ഫീമെയിൽ എല്ലാവർക്കും ഞങ്ങളൊരു സപ്പോർട്ട് ചെയ്യാണ്. ഇവിടെ വന്ന് അവരെ വീസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അവർ വരുമ്പോൾ തന്നെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അവരെ അൺലിമിറ്റഡ് ട്രെയിനിങ്ങിന് എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഡയറക്റ്റ് ടെസ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പം ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് ടെസ്റ്റ് അടിച്ചിട്ട് അവരെ ലൈസൻസ് എടുപ്പിച്ചിട്ട് 2 മാസം ട്രെയിനിങ് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവരെ ജോലി കിട്ടും. പാതി വഴിയിൽ പരാജയപ്പെട്ട് പിന്മാറാനല്ല, ഇച്ഛാശക്തിയോടെ ജീവിതത്തോട് പൊരുതി മുന്നേറാനാണ് ഈ 4 പെണ്ണുങ്ങളും ലോകത്തോട് പറയുന്നത്.